ഇനി നമ്മൾ ചെല്ലുന്നത് അരവഞ്ചലിലെ ആദ്യകാല കർഷകനും വ്യാപാരിയുമായ ശ്രീ അബൂബക്കർ ഹാജിയുടെ മകനായ ഇല്ലിക്കൽ അൻവർ ഹാജിയുടെ കൃഷിത്തോപ്പിലേക്കാണ്. കാർഷിക മേഖലയിൽ അദ്ദേഹത്തിനുള്ള അറിവും അനുഭവവും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വളരെ വിലപിടിപ്പുള്ള വിദേശീനം തൈകളടക്കം തന്റെ പറമ്പിൽ നട്ടുവളർത്തി പരിപാലിക്കുന്ന അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇതാണ് ബുഷ് ഓറഞ്ച്. ഇത് ചെറുനാരങ്ങയുടെ വലിപ്പം വരും. കായുണ്ട്, ചെറുതാണ്, കാണൂല. അപ്പോൾ നീലാമ്പരി, ഇത് പെണ്ണുങ്ങൾക്ക് മുടി വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. നീലാമ്പരി മരുന്നാണ്. മുക്കുറ്റി, അത് മുക്കുറ്റി. ശതാവരി, അപ്പുറം വാദംകൊല്ലി. അതിൽ ജംബോ എന്ന് പറയും. ഇത് ഞാവലിൻ്റെ തന്നെ പഴം, കുറച്ച് വലിപ്പമുള്ള പഴമാണ്. ചവർപ്പ. ഇത് പന്നീർ ചാമ്പ എന്ന് പറയും. ഇതിൻ്റെ പഴം എന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലാണ്. പന്നീരിൻ്റെ സ്മെൽ. അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തിയാണ്. നാട്ടിലത്തി പറഞ്ഞാൽ ഇത് പരാഗണം ചെയ്യാൻ ജീവി അതിൻ്റെ ഇത് നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് ഇത് പഴുക്കൂല. ലൂവിക്ക, ലൗഡോലിക്ക എന്നെല്ലാം പറയുന്നതാണ്. അത് ചതുരനെല്ലി എന്താ പറയേണ്ടത്, ഇപ്പം ഇത് മുള്ളൻ ചക്ക, ബ്രാണ്ടൻ ചക്ക എന്നൊക്കെ പറയുന്ന സാധനമാണ്. അത് നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കാറാണ്. ഫ്ലവറാണ്. ഇത് സീഡ്ലെസ് ലെമൺ. നമ്മൾ ഉപ്പ ഇടുന്നതറിയില്ല. പണ്ട് ഉപ്പ ഇടുന്ന വിത്ത് കമ്പൗണ്ട് നട്ടുണ്ടാക്കിയതാണ്. ഇപ്പം ഞാൻ അത് ഒരുപാട് തയ്യാറാക്കിയിട്ടുണ്ട്. കറിവേപ്പാണ്. കറിവേപ്പിൻ്റെ ഒരു 6-7 വെറൈറ്റി എൻ്റെ ഉണ്ട്. ഇതൊരു തണ്ടി ചെറിയ ചോപ്പുള്ള വെറൈറ്റിയാണ്. നല്ല സ്മെല്ല് കൂടുതലായി. അതായത് ഇവിടെ ബ്ലാക്ക് ചക്ക, ആത്തച്ചക്ക എന്നൊക്കെ പറയുന്നത്. ആനക്കരിയാമ്പ് എന്നാണ് പറയല്. ഇനി എല്ലാ വലിപ്പവും കൂടുതലുണ്ടാവും. നമ്മുടെ കടയിൽ നിന്ന് ഫ്ലവറേറ്റുണ്ട്. ജാതിക്ക. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ആർക്കും പറയേണ്ട ആവശ്യമില്ല. കാര്യം നാട്ടിലെല്ലായിടത്തും ഉള്ളതാണ്. ഇത് ഓർണമെന്റിന്റെ മുട്ടച്ചക്കയാണ്. ഓർണമെന്റിലാണ്. 30 വെറൈറ്റി എന്തൊക്കെ ഉണ്ട്. ഇത് ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്നാണ് പറയുക. ആപ്പിളിന്റെ ഷേപ്പ് തന്നെയാണ്. കണ്ടാൽ ഗ്രീൻ ആപ്പിൾ പോലെ ഉണ്ടാവും. ഇത് സർവ്വസുഗന്ധി. സർവ്വസുഗന്ധി വെച്ചാൽ കറിയിൽ എല്ലാ മസാലയും ഒറ്റയിലിട്ടാൽ മതി. ഇനി ബിരിയാണി വെക്കുമ്പോൾ ലക്കോട്ട ആപ്പിൾ എന്ന് പറയും. ഇത് തണുപ്പുള്ള സ്ഥലത്ത് ഉണ്ടാകുന്നതാണ്. ഇത് ചായത്തിന്റെ ചെടി ഇതാണ്. ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഇത് കെപ്പൽ ആപ്പിൾ. അതായത് ഇത് മലേഷ്യയിലെ രാജാക്കന്മാർ മാത്രം ഉപയോഗിച്ച സാധനമാണ്. ഇതിന്റെ തൈക്ക് നേരത്തെ ചെറിയ തൈക്ക് തന്നെ 1 ലക്ഷം രൂപയോളം വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാം നാട്ടിൽ അതാണ് നമ്മളെ ഇന്ത്യൻ പിസ്ത അഥവാ മലബാർ ചെസ്റ്റ്നട്ട് പറയുന്ന സാധനം. ഇത് മൂട്ടിപ്പഴം എന്ന് പറയാം. മൂട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂട്ടിലാണ് കായ പിടിക്കുക. ഇതിന്റെ മരത്തിന്റെ മൂട്ടാണ്. ബറാബ പറഞ്ഞാൽ ഇത് മെക്സിക്കൻ ഫ്രൂട്ടാണ്. അമേരിക്കൻ്റെ പഴമാണ്. ഇത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളുടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിലെ കോകം ഫ്രൂട്ട്. ഇത് കർണാടകയിലെ ഫോറസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സാധനമാണ്. ഇത് കിളിഞ്ഞാവല്. ഇത് പക്ഷി കാർഷിക വേണ്ടി നടന്ന സാധനമാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്നതിൻ്റെ പേര്. പിന്നെ മധുരമുള്ള പഴമാണ്. രമ്പ ബിരിയാണി കൈതാണ് സാധനം. ഇത് കറിയിലാണെങ്കിൽ നെയ്ച്ചോറിൽ നമുക്ക് മുട്ടി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് ആയിരിക്കും. ഇതിൻ്റെ തായ്ലൻഡ് ആപ്പിൾ ചാമ്പ. ഇത് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ ഗ്രീൻ മാത്രമല്ല, ഇതിൻ്റെ പിങ്ക്, റെഡ്, വൈറ്റ് ഈ കളർ വേറെ അപ്പുറം ഇവിടെ ഉണ്ട്. ഇത് റംബുട്ടാൻ്റെ 4 വെറൈറ്റി എന്തൊക്കെ ഉണ്ട്. ഇത് സ്കൂൾ ബോയ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സ്കൂൾ ബോയ് അതായത് ചെറിയ പഴം, അത് പുളിയും മധുരയും ടേസ്റ്റ്. പിന്നെ N18 അവിടെ ഉണ്ട്. N18 കുറച്ച് നീളമുള്ള പഴം ഫ്രഷ് എടുക്കാം. അത് N18 അത് കായ്ച്ചിട്ടുണ്ട്. അപ്പുറം സീസർ ഉണ്ട്. സീസർ ഇതിൻ്റെ കുറച്ച് വലിപ്പമുള്ള പഴം, പുളി കുറവായിരിക്കും, മധുരമാണ് കൂടുതൽ. പിന്നെയുള്ള E35 അപ്പുറം ഉണ്ട്. അത് മഞ്ഞ കളറാണ്. അത് മധുരം മാത്രമേ ഉണ്ടാവില്ല, പുളി ഉണ്ടാവില്ല. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണ്. ഇതിൻ്റെ ഫ്ലവറാണ്. ഇത് സംഭവിച്ചാൽ ആ തിരുവനന്തപുരത്തിനൊക്കെ ഒരു ഫ്രൂട്ട് സമ്മാനിച്ചതാണ്. അപാര സ്മെല്ലാണ്. കൈ തൊട്ടിട്ട് കൈ മണപ്പിച്ചാൽ മണം കൈമന്ന് പോകില്ല. ഇത് ചീരച്ചേമ്പാണ്. ചീരച്ചേമ്പിന് നീല കളറായത്. ഇത് ചീരച്ചേമ്പിൻ്റെ പച്ച കളറാണ്. ഇത് മാച്ചി ഉണ്ടാക്കുന്ന മുളയാണ്. ഇത് മൂസ ഫ്ലോറിഡ പറയും. ഇത് മലേഷ്യൻ ഇതാണ്, വാഴയാണ്. നല്ല മിറാക്കിൾ ഫ്രൂട്ട് അഥവാ അത്ഭുതപ്പഴം. ഇത് ഡബിൾ മഹോയി എന്ന് പറഞ്ഞ കായാണ്. ഇത് ആരോഗ്യം കുറവായതുകൊണ്ട് ഒരു കൊലയില്ലു. സാധാരണ ഡബിൾ മഹോയ്ക്ക് 2 കൊല വരും. ഒന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന സാധനമാണ്. ഇത് തേനി നേന്ത്രം എന്ന് പറയും. ഇത് നാടൻ നേന്ത്രമാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് വണ്ടികളിലെ സൂക്ഷിച്ചു വരുന്ന വിത്തായത്. ഇത് റെഡ് നേപ്പിയർ, ഫോറിൻ പുല്ലാണ്. ഇതിൻ്റെ ഗ്രീൻ അപ്പുറം ഉണ്ട്. ഇത് ഗ്രീൻ നേപ്പിയറാണ്. ഇത് ഒറിജിനൽ ലിച്ചിയുടെ സാധനം. പക്ഷേ ഇത് തണുപ്പിലേക്ക് ആയിക്കൂല. ഇവിടെ ഊട്ടി. ഇതാണ് തായ്ലൻഡ് ആപ്പിൾ ചാമ്പേര് പിങ്ക് കളർ. ഇത് അബിയു. ഇത് ബ്രസീലിയൻ പഴമാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല നമ്മൾ ഇളനീര് കഴിക്കുന്ന കഴിക്കാം. നല്ല അടിപൊളി പഴമാണ്. ഇത് വെൽവെറ്റ് ആപ്പിൾ. വെൽവെറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമെ ആപ്പിളിൻ്റെ ഷേപ്പിലുണ്ടാവുക. അതിൻ്റെ പുറമെ വെൽവെറ്റ് പോലെ കവറുണ്ടാവും. ഇത് നാച്ചുറൽ ഷാമ്പു. നമുക്ക് തലയിലേക്ക് ഷാമ്പു മുതൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. ഇതണ്ട നാച്ചുറൽ ഷാമ്പു. ചെറിയ പോലത്തെ ചെറിയ പഴമാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതാണ് കരിതച്ചി പറഞ്ഞാൽ നല്ല മരുന്നാണ്. അത് പിച്ചകം. അപ്പുറം കാണുന്നത് പിച്ചകം. ഇത് കരിങ്കുറിഞ്ഞിയാണ്. മഞ്ഞക്കൂവ അല്ലെങ്കിൽ കാട്ടുമഞ്ഞൾ എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇത് കരിമഞ്ഞളിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇത് മൂപ്പായിട്ടില്ല. അതാണ് കറുപ്പ് കളർ. കരിമഞ്ഞളിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഏറ്റവും ടോപ്പ്. ഇത് നീലക്കൂവയാണ്. പ്രഗതി പറഞ്ഞ സാധനമാണ്. പ്രഗതി. ഇത് കൂടാതെ മഞ്ഞൾ പ്രതിഭ, പിന്നെ നമ്മുടെ വയനാടൻ മഞ്ഞൾ, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ, റെഡ് ഇഞ്ചിയാണിത്.
കാർഷിക മേഖലയിൽ ഒത്തിരി ആളുകൾക്ക് അറിവും അനുഭവവും സമ്മാനിച്ച് സഞ്ചരിക്കുന്ന ശ്രീ ഇല്ലിക്കൽ അൻവർ ഹാജിക്ക് ടീം പ്ലേയേഴ്സിന്റെ ഹൃദ്യമായ ആശംസകൾ കൂടി അറിയിക്കട്ടെ.